നമസ്കാരം, എല്ലാവർക്കും കമ്പനി ബോർഡ് LGSൻ്റെ സിലബസ് ബേസ്ഡ് SCRT ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ പദാർത്ഥങ്ങളുടെ രസതന്ത്രം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. വിവിധ പദാർത്ഥങ്ങളെ മനുഷ്യന് പ്രയോജനകരമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് പദാർത്ഥ രസതന്ത്രം അല്ലെങ്കിൽ മെറ്റീരിയൽ കെമിസ്ട്രി. എന്താണ് മെറ്റീരിയൽ കെമിസ്ട്രി അല്ലെങ്കിൽ പദാർത്ഥ രസതന്ത്രം? വിവിധ പദാർത്ഥങ്ങളെ മനുഷ്യന് പ്രയോജനകരമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സഹായിക്കുന്ന ശാസ്ത്രശാഖയാണ് പദാർത്ഥ രസതന്ത്രം. അടുത്തത് ഗ്ലാസ്. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഗ്ലാസ് കൊണ്ടുള്ള വസ്തുക്കൾ. ഗ്ലാസ് ഒരു മനുഷ്യനിർമ്മിത പദാർത്ഥമാണ്. ഗ്ലാസ് കൊണ്ടുള്ള വസ്തുക്കൾക്ക് കുറേ ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ചില്ലുഭരണി, പ്രിസം, അതുപോലെ ജനൽ ചില്ലുകൾ, വണ്ടിയുടെ ചില്ലുകൾ, കണ്ണാടി, അങ്ങനെ കുറേ ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിചാരിതമായി കണ്ടെത്തിയ സുതാര്യ വസ്തു. പുരാതന നാഗരികരായ ഫിനീഷ്യൻ നാവികർ അലക്കുകാരൻ നിറച്ച കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. നദിയുടെ തീരത്തെ മണലിൽ തീ കൂട്ടി ഭക്ഷണം പാകം ചെയ്യേണ്ടി വന്നു. അടുപ്പ് കൂട്ടാൻ കല്ലു കിട്ടാതെ വന്നപ്പോൾ കപ്പലിലിരുന്ന അലക്കുകാരത്തിൻ്റെ സോഡിയം കാർബണേറ്റിൻ്റെ കട്ടകൾ ഉപയോഗിച്ച് തീ കൂട്ടി. അപ്പോൾ അടുപ്പിൽ നിന്നും സുതാര്യമായ കട്ടിയുള്ള ഒരു ദ്രാവകം ഒഴുകി വന്നു. ഇത് ഗ്ലാസ് ആയിരുന്നു. ഫിനീഷ്യക്കാർ ഇതിന് നിറം നൽകി മറ്റു സ്ഥലങ്ങളിൽ വിൽപ്പന നടത്തിയെന്നും പറയപ്പെടുന്നു. കഥ സത്യമായാലും ഇല്ലെങ്കിലും മണലിൽ അടങ്ങിയ സിലിക്കൺ ഡയോക്സൈഡ് ഉയർന്ന താപനിലയിൽ ലോഹലവണങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാണ് ഗ്ലാസ് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഗ്ലാസ് ഉണ്ടാകുന്നത്? മണലിൽ അടങ്ങിയ സിലിക്കൺ ഡയോക്സൈഡ് ഉയർന്ന താപനിലയിൽ ലോഹലവണങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാണ് ഗ്ലാസ് ഉണ്ടാകുന്നത്. ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഉപയോഗത്തിലിരിക്കുന്ന ചിലതരം ഗ്ലാസുകളും അവയുടെ ഉപയോഗങ്ങളും പ്രധാന ഘടകങ്ങളും പട്ടികയിൽ തന്നിരിക്കുന്നു. അപ്പോൾ ഈ പട്ടിക നമുക്ക് പരിശോധിച്ച് നോക്കാം. ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് സോഡ ലൈം ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ്. ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? കണ്ണാടി, ജനൽ ഗ്ലാസ്, ബോട്ടിലുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? സോഡ ലൈം ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ്. കണ്ണാടി, ജനൽ ഗ്ലാസ്, ബോട്ടിലുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്സാണ് സോഡ ലൈം ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ്. ഇതിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? സിലിക്ക, സോഡിയം ഓക്സൈഡ്, കാൽസ്യം ഓക്സൈഡ്. സോഡ ലൈം ഗ്ലാസ്സിലെ പ്രധാന ഘടകങ്ങൾ സിലിക്ക, സോഡിയം ഓക്സൈഡ്, കാൽസ്യം ഓക്സൈഡ്. അടുത്തത് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. ലബോറട്ടറി ഉപകരണങ്ങൾ, പാചകപാത്രങ്ങൾ എന്നിവ നിർമ്മിക്കാനാണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ഉപയോഗിക്കുന്നത്. ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. ഇനി ഇതിലെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഘടകം തന്നിട്ടുണ്ട്, സിലിക്ക. രണ്ടാമത്തെ ഘടകം ബോറോൺ ട്രൈ ഓക്സൈഡ്, അതുപോലെ സോഡിയം ഓക്സൈഡ്, അതുപോലെ അലുമിനിയം ഓക്സൈഡ് എന്നിവയാണ് ഇതിലെ പ്രധാന ഘടകങ്ങൾ. ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സിലെ പ്രധാന ഘടകങ്ങൾ സിലിക്ക, ബോറോൺ ട്രൈ ഓക്സൈഡ്, സോഡിയം ഓക്സൈഡ്, അലുമിനിയം ഓക്സൈഡ്. അടുത്തത് ഫ്ലിൻറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഗ്ലാസ്. ലെൻസ്, പ്രിസം തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ്സാണ് ഫ്ലിൻറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഗ്ലാസ്. ലെൻസ്, പ്രിസം തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഫ്ലിൻറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഗ്ലാസ്. പ്രധാന ഘടകങ്ങൾ ഒന്ന് സിലിക്കയാണ്. അടുത്ത എന്താണ്? ലെഡ് ഓക്സൈഡ്. ഫ്ലിൻറ്റ് ഗ്ലാസിൻ്റെ പ്രധാന ഘടകങ്ങൾ സിലിക്കയും ലെഡ് ഓക്സൈഡും. ഒന്നുകൂടി പറയാം. സോഡ ലൈം ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ് ആണ് നമ്മൾ കണ്ണാടി, ജനൽ ഗ്ലാസ്, ബോട്ടിലുകളിൽ നിന്ന് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. സോഡ ലൈം ഗ്ലാസ്സിലെ പ്രധാന ഘടകങ്ങൾ സിലിക്ക, സോഡിയം ഓക്സൈഡ്, കാൽസ്യം ഓക്സൈഡ്. അടുത്തത് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. നമ്മൾ ലബോറട്ടറി ഉപകരണങ്ങൾ, പാചകപാത്രങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? സിലിക്ക, ബോറോൺ ട്രൈ ഓക്സൈഡ്, സോഡിയം ഓക്സൈഡ്, അലുമിനിയം ഓക്സൈഡ്. അടുത്തത് ഫ്ലിൻറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഗ്ലാസ്. ലെൻസ്, പ്രിസം തുടങ്ങിയവയുടെ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത്. ഘടകങ്ങൾ ഏതൊക്കെയാണ്? സിലിക്ക, ലെഡ് ഓക്സൈഡ് എന്നിവയാണ് പ്രധാന ഘടകങ്ങൾ. ഇനി ഈ എല്ലാ ഗ്ലാസ്സിലും അടങ്ങിയിരിക്കുന്ന പൊതുഘടകം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. പൊതുഘടകം ഏതാണ്? എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന പൊതുഘടകമാണ് സിലിക്ക. എല്ലാ ഗ്ലാസ്സിലും അടങ്ങിയിരിക്കുന്ന പൊതുഘടകമാണ് സിലിക്ക. പല നിറത്തിലുള്ള ഗ്ലാസ്സുകൾ കണ്ടിട്ടില്ലേ? ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. പല നിറത്തിലുള്ള ഗ്ലാസ്സുകളുണ്ട്. ഇവയ്ക്ക് എങ്ങനെയാണ് ഈ നിറം ലഭിക്കുന്നത്? നിർമ്മാണ പ്രക്രിയയ്ക്കിടെ വിവിധ രാസവസ്തുക്കൾ ചേർത്താണ് ഗ്ലാസ്സിന് നിറം നൽകുന്നത്. അപ്പോൾ ഗ്ലാസ്സിന് നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഏതൊക്കെയാണെന്നാണ് ചുവടെയുള്ള പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. ചേർക്കുന്ന രാസവസ്തു, ലഭിക്കുന്ന ഗ്ലാസിൻ്റെ നിറം. കാഡ്മിയം സൾഫൈഡ് ചേർത്താൽ ലഭിക്കുന്ന നിറം മഞ്ഞ. മഞ്ഞ നിറം.
ഗോൾഡ് ക്ലോറൈഡ്, റൂബി റെഡ്. ഗോൾഡ് ക്ലോറൈഡ് ചേർത്താൽ ലഭിക്കുന്ന നിറമാണ് റൂബി റെഡ്. അടുത്തത് ക്രോമിയം ഓക്സൈഡ് ചേർത്താൽ നമുക്ക് പച്ച നിറം ലഭിക്കുന്നു. ക്രോമിയം ഓക്സൈഡ് പച്ച നിറം. കൊബാൾട്ട് ഓക്സൈഡ് ചേർത്താൽ നീല നിറമാണ് കിട്ടുന്നത്. കൊബാൾട്ട് ഓക്സൈഡ് നീല നിറം. ഒന്നുകൂടി, കാഡ്മിയം സൾഫൈഡ് മഞ്ഞ നിറം, ഗോൾഡ് ക്ലോറൈഡ് റൂബി റെഡ്, ക്രോമിയം ഓക്സൈഡ് പച്ച നിറം, കൊബാൾട്ട് ഓക്സൈഡ് നീല നിറം. അടുത്തത് പോളിമറുകൾ എന്താണ്? ചെറു തന്മാത്രകൾ ഉന്നത മർദ്ദത്തിലും താപനിലയിലും സംയോജിച്ച് വലിയ തന്മാത്രകളായി മാറുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ. എന്താണ് പോളിമറൈസേഷൻ? ചെറിയ തന്മാത്രകൾ ഉന്നത മർദ്ദത്തിലും താപനിലയിലും സംയോജിപ്പിച്ച് ജോയിൻ ചെയ്ത് വലിയ തന്മാത്രകളായി മാറുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ. ഇതിന് ഉപയോഗിക്കുന്ന ചെറിയ തന്മാത്രകളെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? മോണോമെറുകൾ എന്ന് വിളിക്കുന്നു. ഇതിനുപയോഗിക്കുന്ന ചെറു തന്മാത്രകളെ മോണോമെറുകൾ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ രൂപപ്പെട്ട വലിയ തന്മാത്രകൾ എന്താണ് വിളിക്കുന്നത്? പോളിമറുകൾ. ഇങ്ങനെ രൂപപ്പെട്ട വലിയ തന്മാത്രകളാണ് പോളിമറുകൾ. ഇതിനെക്കുറിച്ച് പഠിക്കുന്ന രസതന്ത്ര ശാഖയാണ് പോളിമർ കെമിസ്ട്രി. എന്താണ് പോളിമർ കെമിസ്ട്രി? ഈ പോളിമറൈസേഷനെ കുറിച്ച് പഠിക്കുന്ന രസതന്ത്ര ശാഖയാണ് പോളിമർ കെമിസ്ട്രി. അപ്പോൾ എന്താണ് പോളിമറുകൾ? ചെറു തന്മാത്രകൾ ഉന്നത മർദ്ദത്തിലും താപനിലയിലും സംയോജിച്ച് വലിയ തന്മാത്രകളായി മാറുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ. ഈ ചെറിയ തന്മാത്രകളെ മോണോമറുകൾ എന്ന് വിളിക്കുന്നു. രൂപപ്പെടുന്ന വലിയ തന്മാത്രകളാണ് പോളിമറുകൾ. ഇതിനെക്കുറിച്ച് പഠിക്കുന്ന രസതന്ത്ര ശാഖയാണ് പോളിമർ കെമിസ്ട്രി. ബേക്കലൈറ്റ് ആണ് ആദ്യത്തെ കൃത്രിമ പോളിമർ. ഏതാണ്? ബേക്കലൈറ്റ് ആണ് ആദ്യത്തെ കൃത്രിമ പോളിമർ. ആധുനിക പോളിമർ രസതന്ത്രത്തിന് അടിത്തറ പാകിയ ഹെർമൻ സ്റ്റോഡിഞ്ചർ പോളിമർ കെമിസ്ട്രിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. പോളിമർ കെമിസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹെർമൻ സ്റ്റോഡിഞ്ചർ. ഇന്ന് ധാരാളം പോളിമറുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. പ്ലാസ്റ്റിക് എന്ന് പൊതുവായി അറിയപ്പെടുന്ന പോളിത്തീൻ, PVC എന്നിവയെല്ലാം പോളിമറുകളാണ്. പ്ലാസ്റ്റിക് എന്ന് പൊതുവെ പറയുന്ന PVCയും പോളിത്തീനും ഒക്കെ എന്താണ്? പോളിമറുകളാണ്. പ്ലാസ്റ്റിക്കുകൾ മാത്രമല്ല, റബ്ബറും ഫൈബറുകളും എല്ലാം പോളിമറാണ്. അപ്പോൾ പോളിത്തീൻ, PVC ഒക്കെ പോളിമറാണ്. അതിന് പുറമെ റബ്ബറുകളും ഫൈബറുകളും എല്ലാം പോളിമറുകളാണ്. നിരവധി ചെറിയ തന്മാത്രകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന വലിയ തന്മാത്രകളാണ് പോളിമറുകൾ. പോളിമറുകളുടെ തന്മാത്രാഭാരം സാധാരണ തന്മാത്രകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവ വ്യത്യസ്തമായ ഗുണങ്ങളും കാണിക്കുന്നു. ചെറിയ തന്മാത്രകൾ ചേർന്നാണ് വലിയ തന്മാത്രകളായ പോളിമറുകൾ ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു. ഈ വലിയ തന്മാത്രകളായതുകൊണ്ട് തന്നെ അവയുടെ തന്മാത്രാഭാരം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവ വ്യത്യസ്തമായ ഗുണങ്ങളും കാണിക്കുന്നു. ചില പോളിമറുകളും അവയുടെ സവിശേഷതകളും പ്രയോജനങ്ങളും ചുവടെ കൊടുത്തിരിക്കുന്നു. നമുക്ക് നോക്കാം. പോളിഎഥിലീൻ ഒരു പോളിമറാണ്. പോളിഎഥിലീൻ അതിൻ്റെ സ്വഭാവം എന്താണ്? നിഷ്ക്രിയ സ്വഭാവമാണ്. പ്രയോജനങ്ങൾ: ഭക്ഷണപാത്രങ്ങൾ, പാക്കേജിങ്ങിനൊക്കെ നമുക്ക് പോളിഎഥിലീൻ ഉപയോഗിക്കാം. അടുത്തത് പോളി ടെട്രാ ഫ്ലൂറോ എഥിലീൻ, PTFE. പോളി ടെട്രാ ഫ്ലൂറോ എഥിലീൻ. ഇത് സ്വഭാവം എന്താണ്? താപത്തെ പ്രതിരോധിക്കുന്ന സ്വഭാവമാണ്. ഉയർന്ന താപനിലയിൽ ഉപയോഗിക്കേണ്ട പാത്രങ്ങൾ, നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പോളി ടെട്രാ ഫ്ലൂറോ എഥിലീൻ. സ്വഭാവ സവിശേഷത താപപ്രതിരോധമാണ്. അതുകൊണ്ട് തന്നെ ഉയർന്ന താപനിലയിൽ ഉപയോഗിക്കേണ്ട പാചകപാത്രങ്ങൾ നമുക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. അടുത്തത് PVC എന്താണ്? പോളിവിനൈൽ ക്ലോറൈഡ്. വൈദ്യുത പ്രതിരോധമാണ് സവിശേഷത. അതുകൊണ്ട് കേബിളുകൾ, പൈപ്പുകളൊക്കെ നിർമ്മിക്കാൻ നമ്മൾ PVC ഉപയോഗിക്കുന്നു. PVC പോളിവിനൈൽ ക്ലോറൈഡ് ആണ്. വൈദ്യുത പ്രതിരോധമാണ് സവിശേഷത. കേബിളുകൾ, പൈപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. പോളിഎഥിലിൻ ടെറിതാലേറ്റ്, PET. പോളിഎഥിലിൻ ടെറിതാലേറ്റ് വാതകങ്ങളെ തടഞ്ഞു നിർത്തുന്നു. സവിശേഷത എന്താണ്? വാതകങ്ങളെ തടഞ്ഞു നിർത്തുന്നു. അതുകൊണ്ട് ബോട്ടിലുകളുടെ നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നു. ബോട്ടിലുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പോളിമറാണ് PET, പോളിഎഥിലിൻ ടെറിതാലേറ്റ്. ഒന്നുകൂടി, പോളിഎഥിലിൻ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഭക്ഷണപാത്രങ്ങൾ, പാക്കേജിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. നിഷ്ക്രിയ സ്വഭാവമാണ്. പോളി ടെട്രാ ഫ്ലൂറോ എഥിലിൻ, PTFE, പോളി ടെട്രാ ഫ്ലൂറോ എഥിലിൻ താപപ്രതിരോധമാണ് സവിശേഷത. ഉയർന്ന താപനിലയിൽ ഉപയോഗിക്കേണ്ട പാചകപാത്രങ്ങൾ, നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. അടുത്തത് PVC, പോളിവിനൈൽ ക്ലോറൈഡ്, വൈദ്യുത പ്രതിരോധമാണ്. കേബിളുകൾ, പൈപ്പുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. പോളിഎഥിലിൻ ടെറിതാലേറ്റ്, PET, പോളിഎഥിലിൻ ടെറിതാലേറ്റ് വാതകങ്ങളെ തടഞ്ഞു നിർത്തുന്നു. അതുകൊണ്ട് ബോട്ടിലുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. പോളിമറുകൾ പ്രകൃതിയിൽ കാണപ്പെടുന്നവയും മനുഷ്യനിർമ്മിതമായവയും ഉണ്ട്. ഭൂരിഭാഗം പോളിമറുകളും മനുഷ്യനിർമ്മിതമാണ്. ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്: പ്രകൃതിദത്ത പോളിമറുകളും മനുഷ്യനിർമ്മിത പോളിമറുകളും.
പ്രകൃതിദത്ത പോളിമറുകൾക്ക് ഉദാഹരണങ്ങളാണ് സെല്ലുലോസ്, സ്റ്റാർച്ച്, സ്വാഭാവിക റബ്ബർ. പ്രകൃതിദത്ത പോളിമറുകൾക്ക് ഉദാഹരണം സെല്ലുലോസ്, സ്റ്റാർച്ച്, സ്വാഭാവിക റബ്ബർ. ഇനി മനുഷ്യനിർമ്മിത പോളിമറുകൾക്ക് ഉദാഹരണമാണ് പോളിത്തീൻ, നൈലോൺ, ബേക്കലൈറ്റ്, PVC, കൃത്രിമ റബ്ബറുകൾ എന്നിവ. പോളിത്തീൻ, നൈലോൺ, ബേക്കലൈറ്റ്, PVC, കൃത്രിമ റബ്ബറുകൾ എന്നിവ മനുഷ്യനിർമ്മിതമായിട്ടുള്ള പോളിമറുകൾക്ക് ഉദാഹരണങ്ങളാണ്. പോളിമറുകളെ അവയുടെ ഭൗതിക സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലാസ്റ്റിക്, റബ്ബർ, ഫൈബർ എന്നിങ്ങനെ തരംതിരിക്കാം. പോളിമറുകളെ അവയുടെ ഭൗതിക സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെയാണ് തരംതിരിക്കുന്നത്? പ്ലാസ്റ്റിക്, റബ്ബർ, ഫൈബർ എന്നിങ്ങനെ തരംതിരിക്കാം. പ്ലാസ്റ്റിക്കുകളെ തന്നെ അവയുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെർമോപ്ലാസ്റ്റിക്കുകൾ, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. പ്ലാസ്റ്റിക്കുകളെ എങ്ങനെയൊക്കെ തരംതിരിച്ചിരിക്കുന്നു? തെർമോപ്ലാസ്റ്റിക്കുകൾ, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ എന്ന് തരംതിരിച്ചിരിക്കുന്നു. ആദ്യമായിട്ട് പോളിമറുകളെ അവയുടെ ഭൗതിക സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായിട്ട് തരംതിരിച്ചിരിക്കുന്നു? പ്ലാസ്റ്റിക്, റബ്ബർ, ഫൈബർ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. പ്ലാസ്റ്റിക്, റബ്ബർ, ഫൈബർ. ഇനി പ്ലാസ്റ്റിക്കിനെ തന്നെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. തെർമോപ്ലാസ്റ്റിക്, അതുപോലെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഈ തെർമോപ്ലാസ്റ്റിക്കുകളും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തെർമോപ്ലാസ്റ്റിക്കുകളും തെർമോപ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും വീണ്ടും ചൂടാക്കി ഉരുക്കി പുതിയ രൂപത്തിലുള്ള പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സാധിക്കും. തെർമോപ്ലാസ്റ്റിക്കുകളും തെർമോപ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും വീണ്ടും ചൂടാക്കി ഉരുക്കി പുതിയ രൂപത്തിലുള്ള പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സാധിക്കും. എന്നാൽ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ അഥവാ തെർമോസെറ്റുകൾ, അവയെ പറയുന്നത് തെർമോസെറ്റുകൾ എന്നാണ്, അവയെ വീണ്ടും ചൂടാക്കി ഉരുക്കി പുതിയ രൂപത്തിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. തെർമോപ്ലാസ്റ്റിക്കുകളെ ചൂടാക്കി പുതിയ രൂപത്തിലേക്കാക്കി മാറ്റി പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ പറ്റും. പക്ഷേ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളെ ചൂടാക്കി ഉരുക്കി പുതിയ രൂപത്തിലേക്ക് മാറ്റാൻ കഴിയില്ല. ഉദാഹരണത്തിന് നാം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ തെർമോപ്ലാസ്റ്റിക്കുകളാണ്, പോളിത്തീനാണ്. എന്നാൽ പ്രഷർ കുക്കറിൻ്റെ കൈപ്പിടി പോലുള്ളവ നിർമ്മിച്ചിരിക്കുന്നത് തെർമോസെറ്റുകൾ കൊണ്ടാണ്. അവയെ നമുക്ക് വീണ്ടും ഉരുക്കി രൂപമാറ്റം വരുത്താൻ സാധിക്കില്ല. വിവിധതരം പ്ലാസ്റ്റിക്കുകൾ എങ്ങനെ തിരിച്ചറിയാം? ഇവിടെ ചിത്രത്തിൽ കുറച്ച് സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണതാ? ഇവിടെ ഒരു 1 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് PET ആണ്. PET പോളി എഥിലിൻ ടെറിത്താലേറ്റ് ആണ്. പോളി എഥിലിൻ ടെറിത്താലേറ്റ് 1 എന്ന് നമ്മൾ ഏതെങ്കിലും പ്ലാസ്റ്റിക്കുകളിൽ ഇങ്ങനെ 1 എന്ന് പറയുന്ന സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് മെറ്റീരിയലാണ്? പോളി എഥിലിൻ ടെറിത്താലേറ്റ് ആണ്. 2 ആണെങ്കിൽ HDPE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാന്ദ്രത കൂടിയ പോളി എഥിലിൻ. 2 HDPE സാന്ദ്രത കൂടിയ പോളി എഥിലിൻ. 3 എന്താണ്? 3 PVC പോളിവിനൈൽ ക്ലോറൈഡ്. 3 PVC പോളിവിനൈൽ ക്ലോറൈഡ്. 4 ആണെങ്കിൽ LDPE സാന്ദ്രത കുറഞ്ഞ പോളിയെഥിലിൻ. 4 ആണെങ്കിൽ LDPE ആണ് സാന്ദ്രത കുറഞ്ഞ പോളിയെഥിലിൻ. 5 ആണെങ്കിൽ PP പോളിപ്രൊപ്പിലീൻ. 5 PP പോളിപ്രൊപ്പിലീൻ. 6 ആണെങ്കിൽ PS എന്താണ്? പോളിസ്റ്റൈറീൻ. 6 PS പോളിസ്റ്റൈറീൻ. 7 ആണെങ്കിൽ അതേഴ്സ്, മറ്റുള്ളവയാണ്. അപ്പോൾ കോഡും ചുരുക്കെഴുത്തും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 ആണെങ്കിൽ PET പോളി എഥിലിൻ ടെറിത്താലേറ്റ്. 2 ആണെങ്കിൽ എന്താണ്? HDPE സാന്ദ്രത കൂടിയ പോളിയെഥിലിൻ. 3 ആണെങ്കിൽ PVC പോളിവിനൈൽ ക്ലോറൈഡ്. 4 ആണെങ്കിൽ LDPE സാന്ദ്രത കുറഞ്ഞ പോളിയെഥിലിൻ. 5 ആണെങ്കിൽ എന്താണ്? PP എന്താണ്? പോളിപ്രൊപ്പലീൻ. 6 ആണെങ്കിൽ എന്താണ്? PS പോളിസ്റ്റൈറീൻ. 7 ആണെങ്കിൽ അതേഴ്സ്. അടുത്തത് പ്ലാസ്റ്റിക് മലിനീകരണം. വൈവിധ്യമാർന്ന ഗുണങ്ങൾ കൊണ്ട് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പ്ലാസ്റ്റിക്. എന്നാൽ നിയന്ത്രണാതീതമായ ഉപയോഗത്താൽ പ്ലാസ്റ്റിക്കും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും വിവിധ സ്ഥലങ്ങളിൽ കൂടിക്കിടന്ന് ജലമലിനീകരണവും മണ്ണ് മലിനീകരണവും ഉണ്ടാകുന്നു. ഇതുമൂലം മണ്ണിൻ്റെയും വായുവിൻ്റെയും വെള്ളത്തിൻ്റെയും സ്വാഭാവികമായ രാസഘടനയിൽ മാറ്റം വരുന്നു. ചെടികളുടെയും മണ്ണിൽ ജീവിക്കുന്ന ജീവികളുടെയും വളർച്ചയെ ഇത് ബാധിക്കുന്നു. ഇങ്ങനെയുള്ള ഈ പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുന്നതിന് 4R സമീപനം നിർദ്ദേശിക്കാറുണ്ട്. 4R സമീപനം എന്താണ്? 4R
4R എന്ന് പറയുന്നത് റെഫ്യൂസ്, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. റെഫ്യൂസ്, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. റെഫ്യൂസ് എന്താണ്? പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നൽകാതിരിക്കുക, സ്വീകരിക്കാതിരിക്കുക. നമ്മൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവ നൽകാതിരിക്കുക, സ്വീകരിക്കാതിരിക്കുക. അതാണ് റെഫ്യൂസിൽ പറയുന്നത്. ഇനി റെഡ്യൂസ് എന്താണ്? പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഉപയോഗം കുറയ്ക്കുക. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. അതാണ് റെഡ്യൂസ്. അടുത്തത് റീയൂസ്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പുനരുപയോഗിക്കുക. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെ വീണ്ടും ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ റീയൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പുനരുപയോഗിക്കുക. അടുത്തത് റീസൈക്കിൾ. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അനുയോജ്യമായ ഭൗതിക രാസപ്രക്രിയകളിലൂടെ വീണ്ടും പുതിയ ഉൽപ്പന്നങ്ങളായി മാറ്റുക. റീസൈക്കിൾ എന്താണ്? വീണ്ടും ഉപയോഗിക്കുക. എങ്ങനെയാണ് വീണ്ടും ഉപയോഗിക്കേണ്ടത്? അനുയോജ്യമായ ഭൗതിക രാസപ്രക്രിയകളിലൂടെ വീണ്ടും പുതിയ ഉൽപ്പന്നങ്ങളായിട്ട് മാറ്റുക. ഇതാണ് 4R. റെഫ്യൂസ്, റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. അടുത്തത് റബ്ബറുകൾ. പോളിമറുകളെ അവയുടെ ഭൗതിക സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫൈബർ, പ്ലാസ്റ്റിക്, റബ്ബർ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുള്ളത്. ഇലാസ്തിക സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമറാണ് സ്വാഭാവിക റബ്ബർ അല്ലെങ്കിൽ നാച്ചുറൽ റബ്ബർ. എന്താണ് നാച്ചുറൽ റബ്ബർ? ഇതൊരു പ്രകൃതിദത്ത പോളിമറാണ്. ഇലാസ്തിക സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമറാണ് സ്വാഭാവിക റബ്ബർ. റബ്ബർ മരത്തിൽ നിന്നെടുക്കുന്ന റബ്ബർ പാലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് പ്രകൃതിദത്ത റബ്ബർ. ആവശ്യകത വർദ്ധിച്ചപ്പോൾ പ്രകൃതിദത്ത റബ്ബർ കൊണ്ട് മാത്രം മതിയാകാതെ വന്നു. ഇത് കൃത്രിമ റബ്ബറുകൾ നിർമ്മിക്കാൻ കാരണമായി. മാത്രമല്ല കൃത്രിമ റബ്ബറുകൾക്ക് പ്രകൃതിദത്ത റബ്ബറിനെ അപേക്ഷിച്ച് തേയ്മാനം കുറവാണ്. കൃത്രിമ റബ്ബറുകൾക്ക് പ്രകൃതിദത്ത റബ്ബറുകളെ അപേക്ഷിച്ച് തേയ്മാനം കുറവാണ്. അതുകൊണ്ട് ടയറുകളുടെ നിർമ്മാണത്തിന് കൃത്രിമ റബ്ബറുകൾ ഉപയോഗിക്കുന്നു. ടയറുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് കൃത്രിമ റബ്ബറുകളാണ്. അടുത്തത് ഫൈബറുകൾ. ബലമുള്ളതും നീളമുള്ളതുമായ പോളിമറുകളാണ് നാരുകൾ അഥവാ ഫൈബറുകൾ. ബലമുള്ളതും നീളമുള്ളതുമായ പോളിമറുകളാണ് ഫൈബറുകൾ. വസ്ത്രനിർമ്മാണത്തിന് പുറമെ കയറുകൾ, വിരികൾ, വലകൾ എന്നിവയൊക്കെ നിർമ്മിക്കാൻ ഇവ ഉപയോഗിക്കുന്നു. ഫൈബറുകൾ ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണ്? വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. കയറുകൾ, വിരികൾ, വലകൾ എന്നിവയൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. പ്രകൃതിദത്ത നാരുകളുടെ ലഭ്യതക്കുറവും ഗുണങ്ങളിലുള്ള പരിമിതികളും മറികടക്കാനാണ് കൃത്രിമ നാരുകൾ നിർമ്മിക്കപ്പെട്ടത്. ഇന്ന് നമുക്കെല്ലാം വസ്ത്രങ്ങൾ ലഭ്യമായതിനും വസ്ത്രരംഗത്തെ വൈവിധ്യത്തിനും കാരണം കൃത്രിമ നാരുകളാണ്. നൈലോണാണ് മനുഷ്യനാദ്യമായി നിർമ്മിച്ച കൃത്രിമ നാര്. നൈലോൺ. ഒരു പോളിമർ ഫൈബറായി പരിഗണിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നീളം വ്യാസത്തേക്കാൾ 100 മടങ്ങെങ്കിലും കൂടുതലായിരിക്കണം. പോളിമർ ഫൈബറായിട്ട് പരിഗണിക്കപ്പെടണമെങ്കിൽ നീളം എന്തായിരിക്കണം? നീളം വ്യാസത്തേക്കാൾ 100 മടങ്ങെങ്കിലും കൂടുതലായിരിക്കണം. നീളം വ്യാസത്തേക്കാൾ 100 മടങ്ങെങ്കിലും കൂടുതലായിരിക്കണം. ഇനി പ്രകൃതിദത്ത നാരുകളുടെയും കൃത്രിമ നാരുകളുടെയും സവിശേഷതകളെ അടിസ്ഥാനമാക്കിയിട്ട് പട്ടിക പൂർത്തിയാക്കുക. സവിശേഷതകൾ. ആദ്യം വായു സഞ്ചാരം പ്രകൃതിദത്ത നാരുകൾക്ക് കൂടുതലും മനുഷ്യനിർമ്മിത നാരുകൾക്ക് കുറവും ആയിരിക്കും. ഇനി ജലം ആഗിരണം ചെയ്യാനുള്ള കഴിവ് പ്രകൃതിദത്ത നാരുകൾക്ക് കൂടുതലായിരിക്കും. ജലം ആഗിരണം ചെയ്യാനുള്ള കഴിവ് മനുഷ്യനിർമ്മിത നാരുകൾക്ക് കുറവായിരിക്കും. ഈടുനിൽപ്പ് ഇവിടെ കുറവാണ്. പ്രകൃതിദത്തം ഈടുനിൽക്കുന്നത് കുറവാണ്. മനുഷ്യനിർമ്മിതത്തിന് ഈടുനിൽപ്പ് കൂടുതലാണ്. ഇനി ഭാരം പ്രകൃതിദത്ത നാരുകൾക്ക് കൂടുതലാണ്. മനുഷ്യനിർമ്മിത നാരുകൾക്ക് കുറവാണ്. വായു സഞ്ചാരം പ്രകൃതിദത്ത നാരുകൾക്ക് കൂടുതൽ, മനുഷ്യനിർമ്മിത നാരുകൾക്ക് കുറവ്. ജലം ആഗിരണം ചെയ്യാനുള്ള കഴിവ് ഇവിടെ കൂടുതൽ, കുറവ്. ഈടുനിൽപ്പ് കുറവ്, കൂടുതൽ. ഭാരം കൂടുതൽ, കുറവ്. ഇതിൽ നിന്നും പ്രകൃതിദത്ത നാരുകൾക്കും കൃത്രിമ നാരുകൾക്കും ധാരാളം പരിമിതികളുണ്ട് എന്ന് വ്യക്തമാണല്ലോ. ഈ പരിമിതി മറികടക്കാൻ കൃത്രിമ നാരുകളോടൊപ്പം പ്രകൃതിദത്ത നാരുകൾ കൂടി ചേർത്ത് ഉപയോഗിക്കുന്നു. രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. ഇനി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ പട്ടിക പൂർത്തിയാക്കുക. ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായ പോളിമർ ഏതാണ്? ഫൈബറാണ് അല്ലേ. ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായ പോളിമർ ഫൈബറാണ്. വിവിധ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമർ പ്ലാസ്റ്റിക്. വിവിധ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമർ ഏതാണ്? പ്ലാസ്റ്റിക് ആണ്. ഇലാസ്തിക സ്വഭാവമുള്ള പോളിമർ ഏതാണ്? ഇലാസ്തിക സ്വഭാവമുള്ളത് റബ്ബർ. ബലമുള്ള നൂലുകൾ നിർമ്മിക്കാൻ അനുയോജ്യമായ പോളിമർ ഫൈബറാണ്. വിവിധ രൂപത്തിൽ വാർത്തെടുക്കാൻ കഴിയുന്ന പോളിമർ പ്ലാസ്റ്റിക് ആണ്. ഇലാസ്തിക സ്വഭാവമുള്ള പോളിമർ റബ്ബറാണ്. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.